വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. ആ ഒരു സംഭവത്തോടു കൂടി അന്ന് നിങ്ങൾക്ക് അറിയാം, അന്നത്തെ ഒരു ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവുക, പുറത്തു പോവാന്നുള്ളത്. പിന്നെ എന്നെ ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. അന്തരിച്ച കൊല്ലം സുധിയുടെ ഭാര്യയും സോഷ്യൽ മീഡിയ താരവുമായ രേണു സുധിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്തകൾ സത്യമാണെന്ന് രേണു തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ എല്ലാവരെയും വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം കൂടി താരം പറഞ്ഞു. താൻ 3rd സ്റ്റേജ് ബ്രസ്റ്റ് ക്യാൻസറിനോട് പോരാടുകയാണെന്നാണ് രേണു വെളിപ്പെടുത്തിയിരിക്കുന്നത്. രോഗം സ്തനങ്ങളിൽ നിന്ന് ഹൃദയത്തിലെ മസിലുകളിലേക്കും ശ്വാസകോശത്തിലേക്കും പടർന്നു കഴിഞ്ഞു എന്ന അതീവ ഗുരുതരമായ അവസ്ഥയാണ് രേണു പങ്കുവയ്ക്കുന്നത്. തനിക്ക് 15 വയസ്സുള്ളപ്പോൾ മാറിടത്തിൽ കണ്ട ഒരു ചെറിയ മുഴയാണിപ്പോൾ ക്യാൻസറായി മാറിയത്. സുധിച്ചേൻ്റെ വിയോഗത്തിന് ശേഷം നടത്തിയ സ്കാനിങ്ങിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടതും പിന്നീട് ബയോപ്സിയിലൂടെ ക്യാൻസർ സ്ഥിരീകരിച്ചതും. വൈകാതെ തന്നെ രേണുവിൻ്റെ കീമോതെറാപ്പി ആരംഭിക്കും. ഇത്രയും വലിയൊരു വേദന ഉള്ളിലൊതുക്കിയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി രേണു ചിരിച്ചതും ബിഗ് ബോസ് വേദിയിൽ വരെ എത്തിയതും. എന്നാൽ ഈ രോഗവിവരങ്ങൾ പുറത്ത് വന്നിട്ടും തന്നെ സ്നേഹിക്കേണ്ടവർ പലരും കൂടെയില്ലെന്ന സങ്കടവും രേണു പങ്കുവെക്കുന്നുണ്ട്. കിച്ചു എന്നെ വിളിച്ചിട്ടില്ല എന്ന നിറകണ്ണുകളോടെയാണ് രേണു പറയുമ്പോൾ അത് കേൾക്കുന്ന ഏതൊരു മലയാളിയുടെയും നെഞ്ചു തകരും. സുധിച്ചേൻ്റെ വിയോഗത്തിന് ശേഷം സൈബർ അറ്റാക്കുകളിലും വലിയ ഒറ്റപ്പെടുകളിലും നേരിട്ട രേണുവിന് ഈ കഠിനമായ രോഗാവസ്ഥയിലും പ്രിയപ്പെട്ടവരുടെ കൂടെ നിൽക്കേണ്ടി വരുന്ന വലിയൊരു നോവായി മാറുകയാണ്. പൈസയ്ക്ക് വേണ്ടിയാണ് താൻ തെറിവിളികൾ കേട്ടതും ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനായി മുന്നോട്ട് പോയതെന്നും രേണു വ്യക്തമാക്കുന്നു. ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും താനൊരു പോരാളിയാണെന്നും മകന് വേണ്ടി ജീവിക്കണമെന്നും രേണു പറയുന്നു. ആ മനക്കരുത്തിന് മുന്നിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സുധിച്ചേൻ്റെ ഓർമ്മകൾ ജീവിക്കാൻ രേണുവിന് ഈ രോഗത്തെയും അതിജീവിച്ച് ശക്തമായി തിരിച്ചു വരാൻ സാധിക്കട്ടെ. രേണു സുധിയുടെ ഈ തുറന്നു പറഞ്ഞതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.